ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. തിരൂരിലിപ്പോൾ പുതിയൊരു സംഭവമാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. ഇവിടെ ഞാൻ നോമ്പിന് പോയിരുന്നു, ആ ഒരു വീഡിയോ ആണിത്. ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് വിഷു സ്പെഷ്യൽ ഓഫറായിരുന്നു. അത് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം പോയപ്പോഴുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇത് നോമ്പിന് പോയിട്ടെടുത്ത ഒരു വീഡിയോ ആണ്. മാഡം, നമുക്ക് വേണ്ടതൊന്നും ഇവിടെ ഇല്ലേ? നമുക്ക് വേണ്ടതേ പാത്രം എല്ലാം തെരഞ്ഞു പിടിക്കണം. നമ്മളെല്ലാരും അതേക്ക് എന്തോ എടുക്കാൻ വേണ്ടി പോയപ്പോ ഗറിയിലേന്നാ ഞാൻ ചോദിച്ചു മറ്റേ ഇതില് നോക്കിക്കോ, ഇതൊക്കെ ഇങ്ങനൊക്കെ തന്നെ എടുക്കല്. Any staff from ladies section, please proceed to customer service for close. Any staff from ladies section, please proceed to customer service for close. മക്കൾക്ക് ആവശ്യമുള്ള ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. അവിടെ കുട്ടികളെ ഡ്രസ്സിൻ്റെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ നല്ല ഷർട്ടുകളുണ്ടായിരുന്നു. ഷർട്ടിനൊക്കെ നല്ല ഭംഗിയുള്ള ഷർട്ടുണ്ട്, ടീഷർട്ടുണ്ട്. കാണുമ്പോൾ ഏതെടുക്കേണ്ട കൺഫ്യൂഷൻ, അത്രയും നല്ല പീസുകളുണ്ടായിരുന്നു. പിന്നെ പോയപ്പോൾ വിഷുവിന് പോയപ്പോൾ ആ വിഷു സ്പെഷ്യലായിട്ടുള്ള അങ്ങനത്തെ സെറ്റുമുണ്ട്, അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. എങ്കിലും ഉണ്ടായിരുന്നു. ആദ്യത്തേലൊക്കെ കുറച്ച് കളക്ഷൻസൊക്കെ അതിനേക്കാളും വെറൈറ്റി ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ആണുങ്ങളുടെടാ, അപ്പുറത്തുണ്ടാവും ലേഡീസിൻ്റെ. പിന്നെന്ത് പെണ്ണുങ്ങൾ നോക്കട്ടാ. മാറി നിൽക്കും മുന്നൊന്നും. എടുക്കടാ. ഇവിടെ കുറച്ച് അധികം ഉണ്ട് കാണാനായിട്ട്. ബാഗ് തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ബാഗ് ഇങ്ങനെ ഉള്ളത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, പിന്നെ അല്ലാതെ ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ബാഗിൽ തന്നെ പല വെറൈറ്റീസ് കാണാൻ പറ്റി. പിന്നെ ഉണ്ടായിരുന്നു ഇവിടെ മൊത്തത്തിൽ ലേഡീസ് ഓൺലി ആണ്. ഈ കാണുന്നത് എല്ലാ ഐറ്റംസും ലേഡീസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് പെരുന്നാളിൽ അടുപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ പോയ ടൈമിലായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ആൾ ഒഴിവുള്ളത്. പിന്നെ വരാനായപ്പോഴേക്കും ആൾ നല്ല കൂടി, നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ ഉച്ച സമയമായതുകൊണ്ടായിരുന്നു ആൾ കുറവുണ്ടായിരുന്നു. ഞാനും മോനും ഒറ്റയ്ക്ക് പോയതുകൊണ്ട് തന്നെ അവന് ഫുൾ ടൈം എൻ്റെ കൂടെ ആയിരുന്നു. വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഓരോന്നും വന്ന് പറയുമായിരുന്നു. ടോയ് സെക്ഷൻ്റെ അവിടെയായിരുന്നു കൂടുതൽ ടൈം. അവന് ഓരോന്നിനും പ്രൈസ് നോക്കിയിട്ട് അതൊക്കെ വന്ന് പറയുമായിരുന്നു. വാങ്ങി തരുമോ എന്നൊക്കെ ചോദിച്ചാൽ
കുട്ടികളെ അങ്ങനത്തെ ടോയ്സിനൊക്കെ കുറച്ച് കൂടുതലാണ്. അധികം ഓഫറൊന്നുമില്ല അതിന്. പിന്നെ ഓഫറുള്ളതുണ്ടോയെന്ന് അറിയില്ല. അവന് കാണിച്ചു തന്നത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അത് ഞാൻ വീഡിയോയിലൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് ഇങ്ങനെ സോസും കുത്തി ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവിധ ഡ്രസ്സുകളും ഉണ്ട്. സ്റ്റൈലിഷ് ആയിട്ടുള്ളതുണ്ട്, കുർത്തി ഉണ്ട്, ചുരിദാർ, ലോങ് ടോപ്പ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. സ്കേർട്ടുണ്ട്. പിന്നെ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയത് നല്ല വില കുറവുണ്ടായിരുന്നു. അതിന് 200 സ്റ്റാർട്ടിങ്, 300 അങ്ങനെയൊക്കെയുള്ള സ്റ്റാർട്ടിങ്ങുകളുണ്ട്. പിന്നെ 99 അങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളതും ഉണ്ടായിരുന്നു. വിഷു കളക്ഷൻസിൽ നല്ല ലോങ് ആയിട്ടുള്ള സ്കേർട്ടും ടോപ്പും കുറേ വെറൈറ്റീസിൽ അവിടെ ഡിസ്പ്ലേ ചെയ്തിരുന്നു. പിന്നെ കുറേ ആൾക്കാർ പുതിയ ഇതായതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഷോപ്പിങ്ങിന് വരുന്നവരും കുറേ ഉണ്ട്. പിന്നെ വന്നിട്ട് ഷോപ്പ് ചെയ്യുന്നവരുണ്ട്, കാണാനായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോസൊന്നും ഉൾപ്പെടുത്താഞ്ഞത്. ഇത് ഫുഡ് ഐറ്റംസ് ഉള്ള ഏരിയയാണ്. അവിടെ ആൾക്കാർ ഇന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അവിടേക്ക് പോയില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. നോമ്പായതുകൊണ്ട് ഉച്ച ടൈമിലായിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും ഇന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു. കഥ പോയി നമ്മളൊന്ന് പൊട്ടി വീണാ മതി. അത് വേറെ നഷ്ടം. ഇത് മേലെന്ന് ഗ്ലാസ്സിൽ കൂടിയുള്ളൊരു വ്യൂ ആണ്. ഇത് നല്ല ഭംഗിയായി തോന്നി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഞാൻ മോനെ അവിടെ ഇങ്ങനെ നോക്കിയിരുന്നു. പൂങ്കോട്ടുകുളം എത്താനായിട്ടുള്ള ആ ഒരു സ്ഥലത്താണത്. ഇവിടെ തന്നെ നിസ്കാര റൂമുള്ളതുകൊണ്ട് അവിടെയും കുറച്ച് ആൾക്കാർക്കുണ്ടായിരുന്നു. എല്ലാവരും അവിടെ പോയി നിസ്കരിക്കാനും പിന്നെ ഒന്നും ഉണ്ടാക്കാനൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. സ്റ്റുഡൻസിനെയായിരുന്നു കൂടുതലും കണ്ടിരുന്നത്. പോളിടെക്നിക്കിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ കാണാൻ പറ്റി. അവിടെ ക്ലാസ് ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ മെയിനായിട്ട് അതും കൂടി ഉദ്ദേശിച്ചു. നോക്കട്ടെടാ. ഇത് ദയവേത് മുന്നിൽ കേൾക്കല്ല. അല്ലെങ്കിൽ തന്നെ കണ്ട് ആൾക്കാർക്ക് ചടക്കും. അല്ലെങ്കിൽ വാ എവിടെ നല്ല ഭംഗിയുണ്ട്.
ഞാൻ പോവാണ് പോരാ. മോനാ ഇവിടെ എന്താ വാടാ. ഞാനും മോനും ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള സംസാരമൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ മ്യൂസിക് ആഡ് ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോൾ കോപ്പറേറ്റ് പ്രോബ്ലമാണ് എല്ലാ വീഡിയോസിലും ഇപ്പോൾ കിട്ടുന്നത്. പിന്നെ എത്രയും വോയിസ് കൊടുക്കാനുള്ള ടൈമും ഇല്ല. അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു മിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയി വന്നത്.